ഒരു യഥാർത്ഥ മാനസാന്തരം എങ്ങനെയായിരിക്കും? ദൈവവിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഈ പറയുന്നതെല്ലാം നോയിസ് പൊല്യൂഷനാണ്. ഇപ്പൊ ഈ ജീവിതത്തിൽ മാറ്റം വരണമെന്നൊക്കെ പറയുമ്പോഴും ഇതെങ്ങനത്തെ മാറ്റമാണ്? എന്തു മാറ്റം വരണമെന്നാണ്? നമ്മുടെ ജീവിതത്തിന്റെ നിനിവേ വയലൻസ് കണ്ടെത്തണം. ഒരു 7 ദിവസം അതില്ലാതെ ജീവിക്കാൻ പഠിക്കണം. ഒരാളുടെ നിയോഗങ്ങളിലേക്ക് അയാളുടെ തിരിച്ചുവരവാണ് അയാളുടെ മനസാന്തരം. ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. നിന്നെ ഒരു കാര്യത്തിന് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കപ്പെടാവുന്നതല്ല. ദാറ്റ് ഈസ് ദെയർ ഫോർ എവർ. വീണ്ടും അവസരം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നു എന്നതിനപ്പുറത്തൊരു സുവിശേഷമില്ല പ്രിയമുള്ളവരെ. അറ്റ്ലീസ്റ്റ് നൗ, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ പക്കലേക്ക് തിരിച്ചു വരുവിൻ. കേവല കർത്താവെ 1-2 പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ദൗത്യങ്ങളിലേക്ക്, ഞങ്ങളെ നീ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചു വരട്ടെ. നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 4 ക്വാളിറ്റീസ് ആണ്. ഫാദർ, ഐ റിട്ടേൺ ബിക്കോസ് യു ആർ ഗുഡ്. പിതാവേ, ഞാൻ തിരികെ വരുന്നു. പിതാവേ, ഞാൻ എൻ്റെ തേശുവ നടത്തുന്നു. പിതാവേ, ഞാൻ എൻ്റെ തേശുവ നടത്തുന്നു. ബിക്കോസ് യു ആർ ഗുഡ്. കാരണം നീ നല്ലവനാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തേശുവ ധ്യാനത്തിന്റെ 2ാം നാളിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. നിനിവേ യാചനയുടെ ഭാഗമായി, 3 നോമ്പിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ധ്യാന ശുശ്രൂഷയാണ് തേശുവ ധ്യാനം. പലരും 1ാം എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ സംശയം ചോദിച്ചു, അച്ചോ എന്താണ് ഈ തേശുവ? തേശുവ എന്താണെന്നറിയാൻ, ആ വാക്കിന്റെ അർത്ഥം, അതിൻ്റെ ബൈബിൾ ആഴം, ധ്യാനം മനസ്സിലാക്കാൻ അതിന് മുമ്പേ ഒരു എപ്പിസോഡ്, ഈ ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് എപ്പിസോഡായിട്ട് ഞായറാഴ്ച രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടു മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ വീഡിയോ ആയിട്ടാണ്, 2ാം എപ്പിസോഡാണ്. തേശുവ ധ്യാനത്തിന്റെ 2ാം ദിവസമാണ് നിങ്ങൾ നേരെ ആദ്യം കാണുന്നതെങ്കിൽ ഉറപ്പുവരുത്തണം ഇതിനു മുമ്പ് 1ാം ഭാഗം കണ്ടുവെന്ന്. അത് ഞായറാഴ്ച വൈകിട്ട് 8 മണിക്ക് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 2ാം ഭാഗം, ഇതിന്റെ 2ാം നാള് തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് നിങ്ങളിലേക്ക് എത്തി. 3ാമത്തത്, അവസാനത്തെ എപ്പിസോഡ് ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിക്ക് നിങ്ങളിലേക്ക് എത്തും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് 3 നോമ്പ്. നോമ്പ് വീടുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പലർക്കും അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ ഞായറാഴ്ച വൈകിട്ട് ഈ ധ്യാനം ആരംഭിച്ചത്? ഇത് കേട്ട് നിങ്ങൾക്ക് തിങ്കളാഴ്ചത്തേക്ക് പ്രവേശിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് 2ാം നാളിൽ ആദ്യമേ തന്നെ വായിക്കേണ്ട ഭാഗം ഹോംവർക്ക് തരാം. യോനാ പ്രവാചകന്റെ പുസ്തകം 3ാം അധ്യായമാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ ധ്യാനം. ഇന്നലെ 1ാം നാളിൽ നമ്മൾ യോനാ പ്രവാചകന്റെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ ധ്യാനിച്ചു. ഇന്ന് 3ാം അധ്യായം ധ്യാനിക്കുന്നു. അതിന്ന് എല്ലാവരും വായിക്കണം. സാധിക്കുന്നവര് ഇപ്പൊ പോസ് ചെയ്തിട്ട് യോന 3ാം അധ്യായം വായിച്ചിട്ട് വന്നാൽ ഇനി പറയുന്ന ഭാഗം കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാകും. അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എൻ്റെ പൊന്നച്ചോ, ഞങ്ങളിത് കേൾക്കുന്നത് തന്നെ വലിയ കാര്യം. അതിനിടയ്ക്ക് ഇനി ഇത് നിർത്തിയിട്ട് ഇനി വായിച്ചിട്ട് പിന്നെ വന്നിട്ട് അയ്യോ നിങ്ങൾ തിരക്ക് പിടിക്കരുത്. നിങ്ങൾക്ക് കേൾക്കുന്നത് തന്നെ വലിയ കാര്യമെങ്കിൽ പറ്റുന്ന സമയത്ത് കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കേട്ടാലും മനസ്സിലാകും, വായിച്ചാൽ അല്പം കൂടെ എന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2ാം അധ്യായം വായിക്കണം. പറ്റുന്നവര് ഹോംവർക്കുകൾ തരുന്നതേ ഉള്ളൂ. ലൂക്ക 15 വായിക്കണം. അപ്പസ്തല പ്രവർത്തനം 2ാം അധ്യായം. ഇതാണ് ഈ ദിവസം. കാരണം ഒത്തിരി പേര് ഉപവാസം എടുത്ത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉപവാസം എടുക്കുമ്പോൾ പട്ടിണി കിടന്നാൽ മാത്രം പോരാ. പട്ടിണി കിടന്നാൽ ഉപവാസം ആകരുത്, പട്ടിണിയാകത്തുള്ളൂ. അതേസമയം ഉപവസിക്കുന്നത് ദൈവത്തോടൊപ്പം വസിക്കുകയല്ലേ. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അധിക പ്രാർത്ഥനയിൽ ഇരിക്കുന്നവര് അല്പനേരം വചന വായനയ്ക്ക് മാറ്റിവെക്കണം. അപ്പൊ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നോർത്ത് ആകുലപ്പെടാതിരിക്കാൻ ഞാനായിട്ട് ഭാഗങ്ങൾ അങ്ങ് പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വായനകള് യോന 3ാം അധ്യായം, ജോയേൽ 2ാം അധ്യായം, ലൂക്ക 15, അപ്പസ്തല പ്രവർത്തനം 2ാം അധ്യായം. നമുക്ക് യോന പ്രവാചകന്റെ 3ാം അധ്യായത്തിന്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. തേശുവ ധ്യാനത്തിന്റെ 2ാം ദിവസത്തിലേക്ക്
നമ്മൾ വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി എന്നാണ്. യോന 3:1. യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിനകത്ത് ഏത് വാക്കിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ തോന്നിയത്? യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാട് ഉണ്ടായി. ഇതിലാ വീണ്ടും വീണ്ടും സെക്കൻഡ് ചാൻസസ്, രണ്ടാം അവസരം കർത്താവ് തരികയാണ്. ശരിക്കും അത് എന്തൊരു കരുണയാണെന്നറിയാമോ കർത്താവിൻ്റെത്? ഒന്ന് അരുളപ്പാട് കിട്ടിയതാ യോനായ്ക്ക്, പക്ഷെ യോന അരുളപ്പാടിനെ കാര്യമായിട്ട് എടുത്തില്ല. അവന്റെ ദൗത്യത്തെ അവൻ മറന്നു കളഞ്ഞു. അവൻ തന്നിഷ്ടത്തിന്റെ താർശീഷിലേക്ക് ഒളിച്ചോടി. പക്ഷെ ഇവിടെ കർത്താവ് വീണ്ടും വരുന്നു, രണ്ടാം അരുളപ്പാട്. വീണ്ടും കർത്താവിന്റെ സെക്കൻഡ് ഗോസ്പൽ ഈസ് ഓൾ അബൌട്ട് സെക്കൻഡ് ചാൻസസ്. അതാണ് നമുക്കുള്ള സുവിശേഷം. കർത്താവ് നമുക്ക് വീണ്ടും അവസരം തരുന്നു എന്നതിനപ്പുറത്തൊരു ആശ്വാസം എന്താ? തെറ്റിപ്പോയോ? വീണുപോയോ? കർത്താവിൽ നകന്നു പോയോ? ദൗത്യം നിയോഗം മറന്ന് ജീവിച്ചോ? സാരമില്ല. God is giving you yet another chance. കർത്താവ് നിനക്ക് വീണ്ടും അവസരം തരുന്നു. തൊട്ടടുത്ത പുസ്തകം എടുത്താണ് മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെയാണത്: തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തന്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല, എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. God is a God who rejoices in mercy, who finds joy in mercy. കരുണയിൽ ആനന്ദിക്കുന്ന കർത്താവ്. എന്താണ് ഈ കരുണ? ഇത് തന്നെയാണ് വീണ്ടും അവസരം തരുന്ന കർത്താവ്. ഈ വീണ്ടും അവസരം എന്നറിയാമോ? നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണേ, ഈ റിപ്പന്റൻസ്, മാനസാന്തരം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗെറ്റിംഗ് റീഡ് ഓഫ് സിൻസ്. പാപത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് മാത്രമല്ല, പാപത്തെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല മാനസാന്തരം, മറിച്ച് അതിനൊരു പോസിറ്റീവ് മീനിങ് ഉണ്ട്. റിട്ടേണിംഗ് ടു വൺസ് വൊക്കേഷൻ, ഒരാളുടെ നിയോഗത്തിലേക്ക്, ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയിലേക്ക് അയാളുടെ തിരിച്ചുവരവ് കൂടിയാണ് മാനസാന്തരം. അങ്ങനെ മനസ്സിലാക്കി. പാപം ഉപേക്ഷിക്കുന്നത് മാനസാന്തരമാണ്, പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സെൻസ് അല്ലേ? എന്തോ ഉപേക്ഷിക്കുന്നു, അതിനപ്പുറത്ത് മറ്റൊരർത്ഥം, ഉപരിയായൊരു മാനം എന്താ? ഒരാളുടെ നിയോഗങ്ങളിലേക്ക് അയാളുടെ തിരിച്ചുവരവാണ് അയാളുടെ മാനസാന്തരം. ചിലപ്പോഴൊക്കെ നമുക്കിത് കുറെ ആപ്ലിക്കബിൾ ആവും കേട്ടോ. നിയോഗം മറന്നു പോയവരുണ്ട് നമുക്കറിയാം കർത്താവ് നമ്മളിൽ എന്താണ് ആഗ്രഹിച്ചതെന്ന്. നമ്മൾ എന്നിട്ട് പറയുന്നത്, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, കർത്താവ് ഏൽപ്പിച്ചൊരു ദൗത്യത്തെ പൂർത്തീകരിക്കാൻ കഴിയണം. ആ ദൗത്യത്തിൽ നിന്ന് നിന്റെ താർശീഷിലേക്ക് നീ ഒളിച്ചോടിയെങ്കിൽ തിരിച്ചുവരവ്, ആ നിയോഗത്തിലേക്കുള്ള തിരിച്ചുവരവാണ് നിന്റെ മാനസാന്തരം. റോമാലേഖനം എടുക്കാം. റോമാലേഖനം 11-ാം അധ്യായം 29-ാം വാക്യം. റോമ 11:29 ഇങ്ങനെയാണത്: എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. നിന്നെ ഒരു കാര്യത്തിനെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് പിൻവലിക്കപ്പെടാവുന്നതല്ല. ദാറ്റ് ഈസ് ദെയർ ഫോർ എവർ. നിനക്ക് കർത്താവ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ that will be there forever. നീ അത് കണ്ടെത്തിയാലും തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവിടെ ഉണ്ട്. ആ നിയോഗവും അവിടെയുണ്ട്. ആ നിയോഗത്തിലേക്കുള്ള തിരിച്ചുവരവ് മാനസാന്തരമാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പി 1:6 ഇങ്ങനെയാണത്: നിങ്ങളിൽ സത്പ്രവൃത്തി ആരംഭിച്ചവൻ ഈശോ മിശിഹായുടെ ദിനമാകുമ്പോഴേക്ക് അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളിൽ ഒരു നല്ല കാര്യം പരിശുദ്ധാത്മാവ് ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നിന്റെ നിയോഗം. ആരംഭിച്ചത്, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് തമ്പുരാൻ അത് നിന്നിൽ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ മിശിഹായുടെ ദിനം, അവന്റെ 2-ാം വരവ്, അവന്റെ തിരുമുമ്പാകെ നിൽക്കേണ്ട ദിവസം, അതാകതമാകുന്നതിന് മുമ്പേ അത് നിന്നിൽ പൂർത്തിയാക്കും. ദൈവകരുണ വീണ്ടും വീണ്ടും നിന്നെ തേടി വരും എന്ന് അർത്ഥം. 1-ാമത്തെ ധ്യാനം അതാണ്. ഗോസ്പൽ ഈസ് ഓൾ അബൌട്ട് സെക്കൻഡ് ചാൻസസ്. വീണ്ടും അവസരം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നു എന്നതിനപ്പുറത്തൊരു സുവിശേഷമില്ല പ്രിയമുള്ളവരെ. അതിനപ്പുറത്തൊരു കാരുണ്യമില്ല. 2-ാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. വീണ്ടും എടുക്കാം. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണത്: 40 ദിവസം, അതാണ്
യോന 3:4. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും. 40 നാൾ. ഈ 40 നാൾ ഇവിടെ കരുണയുടെ കാലഘട്ടമാണ്. ദൈവം കരുണയോടെ കാത്തിരിക്കുന്ന നാളുകളുടെ എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 40 നാൾ. ഈ 40 നാൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കരുണയുടെ കാലാവധിയാണെങ്കിൽ നമുക്ക് ആ 40 നാൾ എന്താണ് അതിനെ മനസ്സിലാക്കേണ്ടത്? വിശുദ്ധീകരണത്തിന്റെ കാലം. അതുകൊണ്ടല്ലേ ബൈബിളിൽ ആകമാനം നോമ്പ്, ഉപവാസം, പരിത്യാഗം 40 ബന്ധപ്പെട്ടതല്ലേ? ഈശോ പോലും തന്നെ അവന്റെ നിയോഗത്തിൽ ഉറപ്പിക്കുന്നത് 40 നാൾ മരുഭൂമിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് പിശാചിന്റെ പ്രലോഭനങ്ങളെ തോൽപ്പിച്ച് അവൻ ആർജവത്വം കൈവരിക്കുകയല്ലേ? അവൻ അവന്റെ നിയോഗത്തിൽ ഉറയ്ക്കുകയല്ലേ? ഈ 40 നാൾ നമുക്ക് വിശുദ്ധീകരണത്തിന്റെ കാലമാകണം. അത് ദൈവ കരുണയുടെ കാലം കൂടിയാണ്. അപ്പൊ ഈ 3 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഒരു ലൈറ്റർ വേർഷനിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഇത് വിശുദ്ധീകരണത്തിന്റെ കാലം കൂടിയാണെന്ന് ഈ നോമ്പ് കാലം, ഈ 3 നോമ്പ് നിനിവേ യാചന എന്ന് നമ്മൾ വിളിക്കുന്നത് വിശുദ്ധീകരണത്തിന്റെ കാലമാണ്. മറുവശത്ത് അത് ദൈവ കരുണയുടെ കാലാവധിയാണ്. കർത്താവ് തരിക, സമയം തരിക. സാറില്ല, I will wait. Yes. ഇനി 3-ാമത്തെ അധ്യായത്തിന്റെ അടുത്ത 5-ാം വാക്യം തൊട്ട് 9-ാം വാക്യം വരെ, അതാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ മെയിൻ ഫോക്കസ്. വളരെ ചെറിയ കാര്യമാണ്, പക്ഷേ ഇത് സുന്ദരമാണ്. അതായത് ഹൗ എ ട്രൂ റിപ്പന്റൻസ് ലുക്സ് ലൈക്ക്. ഒരു യഥാർത്ഥ മാനസാന്തരം എങ്ങനെയായിരിക്കും? അതിന്റെ നല്ല തെളിവാണ് നിനിവേക്കാരുടെ മാനസാന്തരം. അത് നമുക്ക് പല ആവർത്തി വായിക്കണം. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണാൻ പറ്റുന്നത്. ഞാനൊരു 5 ഘട്ടമായിട്ട് അവരുടെ മാനസാന്തരത്തിന്റെ പ്രത്യേകത പറഞ്ഞു തരാം. പരത്തുന്നില്ല, ഒരുപാട് അങ്ങോട്ട് നീട്ടി പറയുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ബൈബിളിൽ അത് വളരെ എവിഡന്റ് ആയിട്ട് കിടപ്പുണ്ട്. ഒന്നാമത്, അവരുടെ മാനസാന്തരം ആരംഭിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. ദൈവവിശ്വാസമാണ് അവരുടെ മാനസാന്തരത്തിന്റെ ആ യാത്രയുടെ ആരംഭം. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഈ പറയുന്നതെല്ലാം നോയിസ് പൊല്യൂഷനാണ്. ഇതെല്ലാം വെറുതെ ഗിമ്മിക്സുകളാണ്. ഇതെല്ലാം വെറുതെ വേസ്റ്റേജ് ആണ്. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റില്ല. മാനസാന്തരത്തിന്റെ ആരംഭം ദൈവവിശ്വാസമാണ്. 1-ാമത്തെ ഘട്ടം ദൈവവിശ്വാസം. അതാണ് നിങ്ങൾ നോക്കിക്കേ, 3-ാം അധ്യായം 5-ാം വാക്യം, നിനിവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവവിശ്വാസത്തിൽ നിന്നാണ് മാനസാന്തരം ആരംഭിക്കേണ്ടത്. അടുത്തത്, ഈ ദൈവവിശ്വാസം കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് മാനസാന്തരം വളരണം. അതാണ് ഞാൻ ഈ 3 ദിവസം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു, ആരോഗ്യമുള്ളവര്, ശാരീരിക അവസ്ഥ അനുവദിക്കുന്നവര്, സാഹചര്യമുള്ള എല്ലാവരും ഈ 3 ദിവസം എന്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഉപവാസം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപവാസം ഈ മാനസാന്തരത്തിന്റെ യാത്രയുടെ ഭാഗമാണ്. നമ്മൾ അടുത്തത് വായിക്കുന്ന അങ്ങനെയല്ലേ? അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു, ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ തീരുമാനിച്ചു. അതാണ് ഉപവാസം. ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തോട് ചേർന്നിരിക്കാൻ, മറ്റേതിനോടൊക്കെ നോ പറഞ്ഞ്, പ്രിയപ്പെട്ട ഭക്ഷണത്തോട് ഒക്കെ നോ പറഞ്ഞ് ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ തീരുമാനിച്ചു. ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. 3-ാമത്തത്, രാജാവ് ചെയ്തൊരു കാര്യമാണ്. 3-ാമത്തത് അതിങ്ങനെയാണ്. ഈ വാർത്ത നിനിവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിൽ ഇരുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? ഹ്യൂമിലിറ്റി. മാനസാന്തരത്തിന്റെ യാത്രയിൽ, കർത്താവിലേക്ക് നമ്മൾ നടത്തുന്ന ഈ മടക്കയാത്രയിൽ, നമ്മുടെ ഈ തേഷുവായി എളിമ ആവശ്യമാണ്. എളിമപ്പെട്ട് മഹാരാജാവ്, നിനിവയുടെ രാജാവ് ചാക്കുടുത്ത് ചാരം പൂശി എളിമയോടെ ചാരത്തിൽ നിൽക്കുകയാണ്. അത്തരമൊരു എളിമപ്പെടൽ അനിവാര്യമാണ് ഈ യാത്രയിൽ. 1-ാമത്തത്, ദൈവത്തിൽ വിശ്വസിച്ചു. 2-ാമത്തത്, ആ ദൈവവിശ്വാസത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഉപവാസം എടുത്തു. ഉപവാസം ദൈവത്തോടൊപ്പം ഇരിക്കുന്നതാണ്. 3-ാമത്തത്, എളിമപ്പെട്ടു. 4-ാമത്തത്, ചേഞ്ച് ഓഫ് ലൈഫ്. അതെവിടെയാണ് വായിക്കേണ്ടത്? അത് വായിക്കേണ്ടത് 8-ാമത്തെ വാക്യം എടുത്ത്. 8-ാമത്തെ വാക്യം, ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. മാറ്റം വരികയാണ് ലൈഫിന്. ജെന്യുവിൻ കോൺക്രീറ്റ് ചേഞ്ചസ് കൊണ്ടുവരികയാണ് അവര്. ആ മാറ്റമാണ് അടുത്ത ഘട്ടം.
ഈ ആദ്യത്തെ 3 പലപ്പോഴും നമ്മളിൽ നടക്കും. പക്ഷെ 4ാമത്തെ ഘട്ടത്തിലേക്ക് അങ്ങോട്ട് ഒരു ജെന്യുവിൻ റിട്ടേൺ, ഒരു ജെന്യുവിൻ ചേഞ്ച് ഇൻ ലൈഫ്. അതാണ് നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ, ലൂക്ക 3:8 മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. മത്തായി 3:2 മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി വായിക്കാൻ 1-2 ഭാഗം പറയാം. എഫേസോസ് 4:22-24 കുറിച്ചോ വേണ്ടവര് ഓർത്തിരുന്നു. എഫേസോസ് 4:22-24 വരെയുള്ള വാക്യങ്ങളും കൊളോസസുകാർക്കുള്ള ലേഖനത്തിന്റെ 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും. എന്താണെന്നറിയാമോ, ഇപ്പൊ ഈ ജീവിതത്തിൽ മാറ്റം വരണമെന്നൊക്കെ പറയുമ്പോഴും ഇതെങ്ങനത്തെ മാറ്റമാണ്, എന്തു മാറ്റം വരണമെന്നാണ് ഇത് വായിച്ചാൽ കുറച്ചുകൂടെ പൗലോസ് ശ്ലീഹ വ്യക്തതയോടെ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ വീട്ടിൽ ഒരു ഹോംവർക്കായി കരുതി ഒന്ന് സൗകര്യപൂർവ്വം ഇരുന്ന് വായിക്കാൻ ശ്രമിക്കണേ. അത് മുഴുവൻ വായിച്ച് സമയം അത്രയും നിങ്ങളുടെ കവരണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങൾക്കതിന് സമയം തരുന്നത്. എഫേസോസ് 4:22-24 കൊളോസസുകാർക്കുള്ള ലേഖനത്തിന്റെ 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും. ഇത്രയുമാണ്. ഇതാണ് ട്രൂ റിപ്പന്റൻസ്. ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, 4 അല്ലേ നടന്നത്. ഏതൊക്കെയായിരുന്നു? ദൈവത്തിൽ വിശ്വസിച്ചു, 2 ഉപവാസം എടുത്തു, 3 എളിമപ്പെട്ടു, 4 ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, 5ാമത്തതാണ് ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്, ഹോപ്പ്. പ്രത്യാശ. ഈ മാനസാന്തരത്തിന്റെ യാത്രയിലുണ്ടല്ലോ, അവസാനം ഇതൊക്കെ ചെയ്ത് മെല്ലെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു തിരുത്തല കൊണ്ടുവന്ന് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് തന്നെ ഒരു ഫീൽ വരും, കർത്താവിന്റെ മനസ്സ് മാറും, കർത്താവിനോട് പൊറുക്കും, ക്ഷമിക്കും. അതെന്നെ നല്ല തെളിവല്ലേ കിടക്കുന്നത്. 9ാമത്തെ വാക്യം നോക്കിക്കേ, ദൈവം മനസ്സു മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഒരു പ്രത്യാശയ്ക്കാണ്. കർത്താവ് മനസ്സ് മാറ്റി നമ്മളോട് കരുണ കാണിക്കും. ആ പ്രത്യാശയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ 10ാമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി. പ്രത്യാശയ്ക്ക് ഉത്തരമുണ്ട്. അപ്പോ 5ാമത്തെ ഘട്ടം ഹോപ്പാണ്, പ്രത്യാശയാണ്. ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ മാനസാന്തരത്തിന്റെ യാത്ര നടക്കേണ്ടത്. അതിന്റെ ഒടുക്കം ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് തെഷുവ റിട്ടേൺ, തിരിച്ചുവരവ്. അതാണ് ജോയൽ 2 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ജോയൽ 2:12 നമ്മൾ കാണുന്നില്ലേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ പക്കലേക്ക് തിരിച്ചു വരുവിൻ. ആ തിരിച്ചുവരവല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ലൂക്ക 15 പ്രോഡിഗൽ സൺ, ധൂർത്തപുത്രന്റെ ബൊമ്മയിൽ നമ്മൾ കാണുന്നത്. പിതാവിന്റെ ഭവനത്തിലേക്ക്, പിതാവിന്റെ സ്നേഹത്തിലേക്ക് അവൻ തേഷുവ നടത്തുകയാണ്, അവൻ തിരിച്ചു വരികയാണ്, റിട്ടേൺ ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ ദൗത്യങ്ങളിലേക്ക്, കേവല കർത്താവെ 1-2 പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ദൗത്യങ്ങളിലേക്ക്, ഞങ്ങളെ നീ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചു വരട്ടെ. ആ തിരിച്ചുവരവ് സാധ്യമാകാൻ നമുക്ക് ഒരുമിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരിലേക്ക് ഇത് സ്നേഹത്തോട് പങ്കുവെക്കുകയും ഇത് സമാധാനത്തോടെ ഇരുന്ന് കേട്ട് പ്രാർത്ഥിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണം. ഹോംവർക്കുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഹോംവർക്കുകളുടെ 2-3 ലിസ്റ്റ് തരാം, 2-3 പറയാം. ഇന്നലെയൊക്കെ ഹോംവർക്ക് അത് ചെയ്യുക എന്ന് പറഞ്ഞവരുണ്ട്. തേഷുവ കണ്ടെത്തിയവരൊക്കെയാണ്. തേഷുവായി പോട്ടെ, താർഷീഷ് തങ്ങളുടെ കംഫർട്ട് സോണിന്റെ താർഷീഷ് കണ്ടെത്തിയവരൊക്കെ റെസ്പോണ്ട് ചെയ്തു. അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. 1-ാമത്തത് വായിക്കാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വായിക്കുക, അതിപ്പോ കിട്ടി നിങ്ങൾക്ക്. 2-ാമത്തത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴല്ലോ ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ഒരു ആത്മപരിശോധന. എവിടെയെങ്കിലുമൊക്കെ സമാധാനമായിട്ട് 10 മിനിറ്റ് ഇരുന്ന് വാട്ട്സ് ഹാപ്പനിങ് വിത്തിൻ മീ, എന്താണ് എന്നിൽ നടക്കുന്നത് എന്നൊരു ആത്മശോധന ചെയ്യുക. 3-ാമത്തത് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങണം. കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോണ്ടല്ലോ, ഞാനത് നീട്ടുന്നില്ല, പിന്നീട് ഒരു ടോക്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി പറയാൻ 4 വാക്ക്. കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ 4 കാര്യങ്ങൾ ഉണ്ടാകണം, 4 ക്വാളിറ്റീസ് കുമ്പസാരത്തിൽ നമുക്ക് ഉണ്ടാകണം. 1-ാമത്തത് ട്രൂത്ത്, സത്യം ഉണ്ടാകണം, നമ്മളെ നമ്മൾ കബളിപ്പിക്കരുത്, ട്രൂത്ത്. 2 സോറോ, സങ്കടം ഉണ്ടാകണം. നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 4 ക്വാളിറ്റീസ് ആണ്. 1-ാമത്തത് ട്രൂത്ത്, സത്യം ഉണ്ടാകണം. സത്യമില്ലാത്ത ഒരാൾക്ക് നല്ല കുമ്പസാരം നടത്താൻ പറ്റില്ല. 2 സോറോ, സങ്കടം ഉണ്ടാകണം, പറ്റിപ്പോയല്ലോ, ആ സങ്കടമില്ലെങ്കിലും കുമ്പസാരം ജനുവിനല്ല. 3-ാമത്തത് കൺഫെഷൻ, ക്ലിയർ ആൻഡ് സിമ്പിൾ, ലളിതമായി വ്യക്തമായി കൺഫെഷൻ നടത്താൻ പറ്റണം, അത് ക്വാളിറ്റിയാണ്. 4-ാമത്തത് അമെൻമെന്റ്സ്, തിരുത്തലുകൾ വരണം. തിരുത്തലുകൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് കുമ്പസാരം മീനിങ് ഫുൾ ആകുന്നത്. ഈ 4 ക്വാളിറ്റി കുമ്പസാരത്തിന് നമുക്ക് ഒരുങ്ങാം. മറ്റൊരു ഹോംവർക്ക് കൂടെ തരാനുള്ളത്, ഇതിനെ ഇങ്ങനെ ഞാൻ വിളിക്കാം,
നമ്മുടെ ജീവിതത്തിന്റെ നിനിവേ വയലൻസ് കണ്ടെത്തണം. നിനിവേ വയലൻസ്. ഇവിടെ നിനിവേക്കാർക്ക് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, അതല്ലേ കർത്താവ് തിരുത്തിയത്. നമ്മുടെ ജീവിതം നിനിവേ വയലൻസ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം അറിയാമോ? ഒരു 7 ദിവസം അതില്ലാതെ ജീവിക്കാൻ പഠിക്കണം. അതിപ്പോ ചിലപ്പോൾ നമ്മുടെ ദേഷ്യമായിരിക്കാം, ആങ്കർ, ഇത്രയും ചെയ്തേ ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ട് ഉടനെ പ്രഖ്യാപിക്കേണ്ട. പക്ഷെ ഒരു 7 ദിവസം ഞാൻ കോപിക്കില്ല. ശ്രമിച്ചു നോക്കിക്കേ. ഒരു ഡീടോക്സിഫിക്കേഷൻ നടക്കുന്ന നമ്മളിൽ ചിലതങ്ങ് മാറിപ്പോന്നേ പോട്ടെ. ഒരു 7 ദിവസത്തേക്ക് ഞാൻ ഗോസിപ്പിംഗ് പറയില്ല. 7 ദിവസത്തേക്ക് ഞാൻ അലസനായിരിക്കില്ല, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. 7 ദിവസത്തിലേക്ക് ഞാൻ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ, വർത്തമാനങ്ങൾ പറയില്ല. നിനിവേ വയലൻസ് കണ്ടെത്തുക, അതാണ് ഒരു സ്പെഷ്യൽ ഹോംവർക്ക്. നിനിവേ വയലൻസ്, നമ്മളിലെ നിനിവേ വയലൻസ് കണ്ടെത്തി അതിനെ തിരുത്താൻ ശ്രമിക്കുക. ഇന്നത്തേക്കുള്ള ചെറിയ പ്രാർത്ഥന. ഫാദർ, ഐ റിട്ടേൺ because you are good. Father, I return because you are good. പിതാവേ, ഞാൻ തിരിച്ചു വരുന്നു, കാരണം നീ നല്ലവനാണ്. സുഹൃദേവം പോലെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഫാദർ, ഐ റിട്ടേൺ ബിക്കോസ് യു ആർ ഗുഡ്. പിതാവേ, ഞാൻ തിരികെ വരുന്നു. പിതാവേ, ഞാൻ എൻ്റെ തേശുവ നടത്തുന്നു. പിതാവേ, ഞാൻ എൻ്റെ തേശുവ നടത്തുന്നു ബിക്കോസ് യു ആർ ഗുഡ്. കാരണം നീ നല്ലവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ശംശിഹായേ, തേശുവ ധ്യാനത്തിന്റെ ഈ 2ാം നാളിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ലോർഡ് ജീസസ് അവർ ഫാദർ, പിതാവേ, ഞങ്ങളിതാ തിരികെ വരുന്നു, കാരണം നീ നല്ലവനാണ്. ഫാദർ, വി റിട്ടേൺ ബിക്കോസ് യു ആർ ഗുഡ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.